ഈ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ജീവനും കൊണ്ടാണ് ഓടിയത്, 20 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ മരണപ്പെടുമായിരുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. അങ്ങനെ ആ ബംഗ്ലാദേശിൽ എന്താണ് അന്ന് സംഭവിച്ചത്? അത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് ശ്രീത്. അതിനകത്ത് ഒരു ഇടപെടൽ നടന്നില്ലായിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നു. അത് ആ കലാപകാരിയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. കാരണം നമുക്കിതിനകത്ത് പുറകോട്ട് പരിശോധിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. കാരണം ഇവരുടെ അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ ഒരു 75-ൽ പട്ടാള ഭരണം ഏറ്റെടുത്തതിന് ശേഷമുള്ളൊരു കൊല അറിയാമല്ലോ, 40 പേരെ കൊണ്ട്. അപ്പം അന്ന് പട്ടാള ഭരണം ഏറ്റെടുത്താൽ മതിയല്ലോ, ഭരണാധികാരികളെ കൊല്ലേണ്ട കാര്യമില്ല. അപ്പം അതിനകത്ത് അന്ന് തൊട്ടേ നടക്കുന്ന, അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു കലാപം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹസീനയുടെ ഭാഗമായിട്ടിരിക്കുന്ന പാർട്ടി, നമ്മുടെ അവാമി ലീഗും BMC എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു ഈ സ്വാതന്ത്ര്യ സമരകാലത്തിന് ശേഷമുള്ള മത്സരം. അപ്പോൾ അതിനകത്ത് ഹസീനയുടെ ഭാഗത്ത് സ്വാധീനം കൂടുന്ന ഒരവസ്ഥയാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം മറ്റവർക്ക് ഈ ഇവരെ താഴെ കിടക്കുന്നതിന് കാണുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കലാപങ്ങളും അല്ലെങ്കിൽ പട്ടാള ഭരണമൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഏറ്റവും അവസാനം വന്ന ഈ നമ്മുടെ ഇപ്പം ബംഗ്ലാദേശ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഉരുത്തിരിയാൻ കാരണമായിട്ടുള്ള ഹസീനയുടെ പലായനം ഉണ്ടല്ലോ 2024. അപ്പോൾ ഈ പലായനം പരിശോധിക്കുമ്പം അവിടെ ഈ നടക്കുന്ന സമരം അല്ലെങ്കിൽ ഇവർ വളരെ സുരക്ഷിതമായിട്ട് 2 ടേം അടുപ്പിച്ച് വന്നിട്ട് 3ാമത്തെ ടേം അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം ആ അധികാരത്തിൽ വന്നിരിക്കുമ്പോൾ ഇവർ ആ രാജ്യത്തെ വലിയൊരു നേട്ടത്തിലേക്ക് നയിച്ചും ആ രാജ്യത്തിലെ ഈ ഭീകരവാദ സംഘടനകളിലെയൊക്കെ കയ്യാമം വെച്ച് ജയിലിലിട്ടും ആ രീതിയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഭീകര സംഘടനകൾ ഇവർക്കെതിരെ ഉരുത്തിരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഇവർക്കെതിരെ നിൽക്കുന്നതുമായിട്ടുള്ള ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനകത്ത് നേതാക്കന്മാരെയാണ് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായിട്ടുള്ള ഒരു 10% ആൾക്കാരുണ്ടെങ്കിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ. അപ്പോൾ എല്ലാവരെയും പറ്റത്തില്ല, പിന്നെ ബാക്കിയുള്ളത് നിരീക്ഷിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പം ഇവർക്കെതിരെയുള്ളൊരു നീക്കം, ആഭ്യന്തര നീക്കം കാലങ്ങളായിട്ട് 71 തൊട്ടേ ഉണ്ടല്ലോ അവിടെ. അപ്പം അത് പല ഘട്ടങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവർ തിരിച്ചു പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഈ നിൽക്കുന്ന ആൾക്കാരെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരെ എപ്പോഴും സമീപിക്കുന്നുണ്ടാവും. അവരുടെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ടാവും. അപ്പം ഏറ്റവും അവസാനം ഇത് പലവട്ടം ഉരുത്തിരിക്കാൻ നോക്കിയിട്ടും അല്ലെങ്കിൽ പലവട്ടം ഇവരെ അപായപ്പെടുത്താനും ഒക്കെ നോക്കിയിട്ടുണ്ട്. 2004 ഈ ഭീകരർക്കെതിരെയുള്ള ഒരു സമരത്തിനകത്ത് ഇവരെ ഈ കുഴിബോംബ് വെച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് അവർ രക്ഷപ്പെട്ടു. അന്ന് ഒരു റാലിക്കകത്ത് പങ്കെടുക്കാൻ പോയപ്പോൾ. അപ്പോൾ ഏത് സമയവും ഇവർക്ക് പല ഘട്ടങ്ങളിൽ ഇവരെ അവിടെ ഇത് അട്ടിമറിയിൽ അല്ലാതെയും തന്നെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പല പ്രധാനമന്ത്രിമാരെ അപായപ്പെടുത്തിയത്. അപ്പം ഏറ്റവും അവസാനം ഈ പറയുന്നത് പോലെ അവരുടെ ഒരു ഭരണം ഈ ഇന്ത്യക്ക് അനുകൂലമാകുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് താല്പര്യമായിട്ടിരിക്കുന്നു, റഷ്യയുമായിട്ട് അവർക്ക് കൂടുതൽ ബന്ധം വരുന്നു. അവർ അമേരിക്കയ്ക്ക് ആൻറ്റി ആയിട്ടുള്ള, പാകിസ്ഥാനുമായിട്ട് ബന്ധമില്ല, അപ്പം ഈ ചൈനയായിട്ട് അത്യാവശ്യം ബന്ധമുണ്ട്. ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പം ഈ നമ്മളുമായിട്ടുള്ള ബന്ധം മാത്രം സ്ഥാപിച്ച് അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ഒരു ഈ ബന്ധത്തിനകത്ത് അവർ അഭിമാനം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ടു പോകുന്ന ഒരു രാജ്യം. അപ്പോൾ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുന്നത്, ആ രാജ്യത്തിന് നമ്മളുമായിട്ട് സഹകരിച്ചു പോകുന്നത് കൊണ്ടും അല്ലെങ്കിൽ സഹകരിച്ച് പോകാതെ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ആ രാജ്യത്തിനും പോകാനൊക്കത്തില്ല. അപ്പോൾ പരസ്പര സഹകരണത്തോടു കൂടി, അതുകൊണ്ടാണ് നമ്മൾ ഈ 4000 കിലോമീറ്റർ അതിർത്തിയിൽ പല അതിർത്തികളിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വഹിക്കാൻ കയറുന്ന പോലെ ആളിന് കയറാൻ പറ്റുന്നു, കയറി താമസിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള പല അഭയാർത്ഥികൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും പോട്ടെ നമ്മുടെ ആൾക്കാർ അതൊരു സൗഹൃദ രീതിയിൽ പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും തമ്മിലുള്ള ആൾക്കാരെ നോക്കുമ്പോൾ തന്നെ, ഭാഷ നോക്കുമ്പോൾ തന്നെ, അപ്പോൾ ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന രാജ്യമാണ് ഇതേ രീതിയിൽ ഉരുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ ഉരുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസീനെ വകവരുത്തണം. ഹസീനയാണ് ഈ രീതിയിലുള്ള ബന്ധം. ഇന്ത്യയോട് വെറുപ്പുള്ള ആൾക്കാരാണ് ഹസീനയോട് വെറുപ്പുള്ളത് ആയിരിക്കാമല്ലോ. അപ്പോൾ ഹസീന ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമായി ആണെന്ന രീതിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇന്ത്യയെ കൂടെ ലക്ഷ്യമിടുന്നുണ്ടോ ഇങ്ങനൊരു സംഭവം? ഉറപ്പായിട്ട് അതിനകത്ത് ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളും വർത്തമാനങ്ങളും, ഇന്നലെ വരെ നടക്കുന്ന കിടങ്ങുകൾ കുഴിക്കുന്നതും അല്ലെങ്കിൽ ഈ ത്രിപുരയുടെ അവിടുത്തെ ഡാം താൽക്കാലികമായിട്ടുള്ള അവിടെ ഈ പറയുന്ന പോലെ കനാൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഇന്ത്യക്ക് ഏതെല്ലാം രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ രീതിയിലുള്ള പ്രവർത്തനം നടത്താമോ അതല്ലേ അവർ അന്നോട്ട് നടത്തുന്നത്. പ്രസ്താവനയിൽ കൂടിയും അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനിൽ കൂടിയും അല്ലെങ്കിൽ അതിർത്തി സംരക്ഷിക്കാൻ നോക്കുമ്പോൾ മുള്ളുവേലി കിട്ടുന്നതിനകത്ത് തടസ്സം നിന്നും ഏത് രീതിയിലായാലും ഇന്ത്യക്കെതിരെയുള്ള കോപ്പുകൂട്ടൽ. അപ്പം ഇവരെ ഒതുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർക്കെതിരായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ക്ലോസ് ആയിട്ട് ഇവർ വന്നപ്പോൾ ഇവർക്കെതിരെയുള്ള ആൾക്കാരെ ഉരുത്തിരിക്കുന്നതിന് അല്ലെങ്കിൽ അതിനകത്തുള്ള ആഭ്യന്തര ശക്തികളെ ആ രാജ്യം നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾക്ക് പെട്ടെന്ന് ഉരുത്തിരിച്ചെടുക്കാൻ പറ്റി, അവർക്ക് ശക്തി കൊടുക്കാൻ പറ്റി. അപ്പോൾ അതുവരെ അത് നടക്കാതെ പോകുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ പെട്ടെന്ന് അനാവശ്യമായിട്ടുള്ള ഈ
സംവരണത്തിൻ്റെ വിദ്യാർത്ഥി പ്രക്ഷോഭം വരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭവും യുവജന പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം സംവരണമാകുന്നു. സംവരണത്തിൻ്റെ മുദ്രാവാക്യം വെളിയിലോട്ട് വരുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പം സാധാരണക്കാരൻ ഇത് കോടതിയിൽ എന്ത് നടക്കുന്നു, അതിനകത്ത് ഹസീന എന്ത് നിലപാടെടുക്കുന്നു. ഹസീനയെ സംവരണത്തിനെതിരെയുള്ള നിലപാടാണ് എടുത്തത്. പക്ഷേ കോടതിയിൽ ഈ സംവരണം അർഹിക്കുന്നവർ അല്ലെങ്കിൽ വേണ്ടവർ കൊണ്ട് പരാതി കൊടുക്കും. കോടതി ഈ ഹസീന നിലപാടിനെതിരെ എടുക്കുന്നു. സമരം ചെയ്ത വിദ്യാർത്ഥികൾ പറഞ്ഞ നിലപാടിന് അനുകൂലമായിട്ടായിരുന്നു ഹസീനയുടെ നിലപാട്. പക്ഷേ സമരം ചെയ്ത വിദ്യാർത്ഥികൾ കോടതി എഗൻസ്റ്റായിട്ട് വന്നപ്പോൾ അവർ ആ കോടതിക്കെതിരെ സമരം ചെയ്ത്, പക്ഷേ കോടതി വിധിക്കെതിരെ നിന്ന് ഹസീനയെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടയാക്കുകയും ചെയ്യുന്നു. അതായത് ഹസീന മാത്രമായിരുന്നു ലക്ഷ്യം. ഈ സമരം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി, ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യാജ മുദ്രാവാക്യം ഈ സമരം ഉരുത്തിരിക്കുന്ന ഭാഗ്യശക്തികൾ ഉണ്ടാക്കി. ആ മുദ്രാവാക്യത്തിൻ്റെ പുറകിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചു, യുവജനങ്ങൾ സംഘടിച്ചു. ഈ വിദ്യാർത്ഥികളും യുവജനങ്ങൾ സംഘടിച്ചതിൻ്റെ കൂടെ ഹസീനയ്ക്കെതിരെ നിൽക്കുന്ന ഈ BMP എന്ന് പറയുന്ന പാർട്ടി സംഘടിച്ചു, ജമാഅത്ത് ഇസ്ലാമി സംഘടിച്ചു. അപ്പം സമരം വിജയിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ആ വിദ്യാർത്ഥികൾ മാറിയിട്ട് അവരുടെ കയ്യിലേക്ക് വന്നു. അപ്പം ആ സമയത്ത് ഒരു പക്ഷേ ഈ സമരക്കാരുടെ കൂടെ കൂടുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ പോയില്ലേ, പട്ടാളം പോയില്ലേ, പോലീസ് പോയില്ലേ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർക്ക് ഈ സമരത്തെ അടിച്ചൊതുക്കാൻ പറ്റുമല്ലോ. സമരത്തെ പല ഘട്ടങ്ങളും അടിച്ചൊതുക്കിയപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് സമരം വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കലിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം എത്ര വട്ടം സമരം നടന്നു? എന്താ യൂണിവേഴ്സിറ്റി ഇരിക്കുമ്പോൾ അടിച്ചൊതുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം പട്ടാളം വിചാരിച്ചാൽ അടിച്ചൊതുക്കാൻ പറ്റുന്ന സമരമൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനെ അതിജീവിച്ചു, പട്ടാളത്തെ സ്വാധീനിച്ചു. പട്ടാളത്തെ ഈ പറഞ്ഞതുപോലെ ഹസീനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശക്തികൾ പട്ടാളത്തെ സ്വാധീനിച്ചു കാണും. ഭരണം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പട്ടാള ഭരണാധികാരികൾ ഒരു ഘട്ടത്തിൽ വിചാരിച്ചാണ് എനിക്ക് ഭരിക്കാമല്ലോ, ഹസീന മാറിയിക്കട്ടെ. അങ്ങനെ വന്നപ്പോൾ ഈ ഷേഖ് ഹസീനയ്ക്ക് ഒരു തിരിച്ചുവരവ് ബംഗ്ലാദേശിലേക്ക് ഉണ്ടാകുമോ? അപ്പം ഈ ബംഗ്ലാദേശിലേക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയാണല്ലോ അവരിപ്പോൾ സംസാരിച്ചത്. എനിക്കെല്ലാം നഷ്ടപ്പെടുന്നു. ഒരു വൈറൽ വീഡിയോ ക്ലിപ്പ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടു, എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു, എന്നെ ദൈവം രക്ഷിച്ചു. പക്ഷേ എനിക്ക് വീണ്ടും ആ അവസ്ഥയിലേക്ക് ദൈവം ഒരു മാർഗം ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർ പലവട്ടം ഇതിനെക്കാട്ടി വലിയ മോശാവസ്ഥയിൽ 40 പേരെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴും അന്ന് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് അവർ തിരിച്ചെടുത്ത ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി. വീണ്ടും അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അവിടുത്തെ പ്രധാനമന്ത്രിയാവാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്നെ കൊല്ലാൻ ശ്രമിച്ചു, ഞാൻ പറഞ്ഞു വന്നത് പട്ടാളം അട്ടിമറിക്കുന്ന ആ പട്ടാളത്തിൻ്റെ ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ ആ പട്ടാളത്തിനകത്ത് തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കൃത്യമായ പ്രവർത്തനവും കൊണ്ടോ ആയിരിക്കും ഒരു പക്ഷേ അവിടുന്ന് ചെറിയൊരു കോപ്റ്ററായിരുന്നു. അതായത് വലിയൊരു ഒരു പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന സുരക്ഷിതമായ കോപ്റ്ററൊന്നുമല്ല. അവിടുന്ന് ഒരു യുദ്ധവിമാനവും എടുത്തുകൊണ്ട് വരികയും ആ യുദ്ധവിമാനം തട്ടിക്കൊണ്ടുപോകാൻ അന്ന് ചൈന ശ്രമിച്ചെന്നാണ് പറയുന്നത്, അവരെ കടത്താൻ വേണ്ടി. അപ്പോൾ അതിന് നമ്മുടെ രണ്ട് യുദ്ധവിമാനം അകമ്പടി കൊടുത്ത് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ വെച്ച് നമ്മുടെ അജിത് ഡോവൽ സ്വീകരിച്ചു പോയി. പിന്നെ രഹസ്യമായിട്ട് അവരെ നമ്മൾ സുരക്ഷിതമായിട്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും അവരെ അവസാന ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട് എന്നെ ദൈവം രക്ഷിച്ചു എന്ന്. അവർക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്നെ ദൈവമല്ല രക്ഷിച്ച ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് വീണ്ടും ഒരു ആഭ്യന്തര പ്രശ്നം വേണം. ഇന്ത്യക്ക് എന്തുകൊണ്ട് അവിടെ കടന്നു കയറി രക്ഷിക്കാൻ? ഇന്ത്യക്ക് ഇതിൻ്റെ നീക്കങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പലവട്ടം അവർക്ക് എതിരായിട്ടൊരു നീക്കം വന്നപ്പോൾ നമ്മൾ ഇത് കൊടുത്തിരുന്നു. അപ്പം അത് ദീർഘമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യം നിങ്ങൾ അറിയുന്നതെന്ന് ചോദ്യം വരും. നമ്മളപ്പോൾ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഈ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ അതിനെ താല്പര്യമെടുക്കുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുന്നു എന്നൊന്നുമില്ല അതിൻ്റെ അർത്ഥം. നമ്മളിത് കൊടുത്തു അന്നേരം അവർ ഗവനിച്ചില്ല. നിങ്ങൾ വെക്കുന്ന പട്ടാള മേധാവി നിങ്ങളുടെ ഭാഗമല്ല എന്ന് ഒരു വട്ടം പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവിനെ കുറിച്ച് പറയുമ്പോഴും അതൊരു മതരാഷ്ട്രമായി മാറുകയല്ലേ. കുറച്ച് നാൾ കഴിയുമ്പോൾ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും പോലെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമല്ല ആ രാജ്യത്തെ കാത്തിരിക്കുന്നത്. ഇപ്പം ആ ഭരണത്തിലേക്ക് കൃത്യമായിട്ട് പോവുകയും അതിനുവേണ്ടി വളരെ കിട്ടിയ സമയം കൊണ്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ഈ നിഷ്പക്ഷമായിട്ട് അവിടെ മതരാഷ്ട്രമല്ലാത്ത ഒരു സംവിധാനം ഒരു പരിധിവരെ അത് അംഗീകരിച്ചു, മതരാഷ്ട്ര സംവിധാനത്തെ ഒരു പരിധിവരെ അംഗീകരിക്കാതെ അവർക്ക് പോലും അവിടെ നിലനിൽപ്പില്ല. നിങ്ങളുണ്ടോ ഷേഖ് ഹസീനെ ഒരു സമയത്ത് ഒരു സെക്കൻഡെങ്കിലും അവിടെ തട്ടം മാറ്റി നിങ്ങൾ കണ്ടുണ്ടോ? ഈ മതരാഷ്ട്ര സംവിധാനത്തിന് ഊന്നി തന്നെ നിൽക്കുന്നത്. പിന്നെ അത് മതരാഷ്ട്രമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഭീകര മതസംഘടനകളുടെ പൂർണ്ണ ആധിപത്യത്തിൽ ആ രാജ്യത്തെ കൊണ്ടെത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മതത്തിൻ്റെ സ്വാധീനത്തിനകത്ത് ഒരു പരിധിവരെ വഴങ്ങിയല്ലാതെ അവിടെ ആർക്കും ഭരിക്കാൻ പറ്റത്തില്ല. മതരാഷ്ട്ര സംവിധാനമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഹസീന ഭരിക്കുമ്പോഴും മതത്തിൻ്റെ സ്വാധീനം ആ രാജ്യത്തുണ്ടല്ലേ, ഭരണത്തിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇപ്പം വരുന്നത് പോലെ ഹിന്ദുക്കൾക്ക് ജോലിയില്ലാതെ വരത്തില്ല, ഹിന്ദുക്കൾക്ക് കിടപ്പാടമില്ലാതെ വരത്തില്ല, ഹിന്ദു അമ്പലങ്ങൾ നശിപ്പിക്കപ്പെടത്തില്ല. അതിനെയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിന്നിരുന്നു ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയും അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവർ മാറിയതോടുകൂടി ഈ
ആ വേറെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യേറ്റം വന്നതോടെ അതിൻ്റെ രീതി മാറിയില്ലേ? ഒരു വിഭാഗത്തെയും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോയില്ലേ? അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത കോടതി വേണ്ട, അവരാഗ്രഹിക്കാത്ത ജഡ്ജിമാർ വേണ്ട, അല്ലെങ്കിൽ ഇതെല്ലാം അവർക്ക് അനുകൂലം. അതുകൊണ്ടല്ലേ സുപ്രീം കോടതി അന്ന് ജഡ്ജിയെ കൊണ്ട് അവന്മാർ രാജിവെപ്പിച്ചില്ലേ? ഹസീനയുടെ ഭാഗമായിട്ടിരുന്ന എല്ലാ സംവിധാനങ്ങളും തകർത്തില്ലേ? അപ്പം ഇവരുടെ പുറകിൽ ഒരു അജ്ഞാത ശക്തി ഇവരെ കൊല്ലുന്നതിന് വേണ്ടി വളരെ കാലമായിട്ട് നടക്കുന്നുണ്ട്. അതവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. ഒരു പക്ഷേ ഒരു തുടർച്ചയായിട്ടുള്ള അധികാരത്തിലൂടെ അവർക്കൊരു രാഷ്ട്രീയ തിമിരം അല്ലെങ്കിൽ ഒരു അജ്ഞത, അല്ലെങ്കിൽ അവരിൽ ആ രാജ്യത്ത് കടന്നു കയറിയ ബാഹ്യശക്തികളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ബാഹ്യശക്തികളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ആ രാജ്യം അട്ടിമറിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ആ രാജ്യം അട്ടിമറിക്കപ്പെടത്തില്ലല്ലോ. അവരുടെ പട്ടാളം അവരുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. ഈ രീതിയിൽ ഒരു കലാപം ഉരുത്തിരിയുമ്പോൾ ആ കലാപത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ നിന്ന് സംവിധാനങ്ങൾ ഒരു സമയത്ത് മാറത്തില്ല. അപ്പോൾ ഇതാണ് അവർ പറഞ്ഞത്. അവരുടെ സങ്കടവും അതാണ്. അവർ വിശ്വസിച്ചിരുന്നവർ അവരുടെ ഭാഗമല്ലാതാവുന്ന ഒരു അവസ്ഥ വന്നു. ഒരു പക്ഷേ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, കാരണം BNPയുടെ ഒരു പ്രധാന അജണ്ട അത് തന്നെയാണ്. നമ്മൾ ഈ പറയുമ്പം ഇവർ രണ്ടുപേരും, ഇവരുടെ അച്ഛൻ ഈ പറഞ്ഞ ഈ പിതാവായിരുന്നല്ലോ ഷേഖ് മുജീബ് റഹ്മാൻ, അദ്ദേഹവും ഈ 71 ഈ രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി സമരം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഈ സിഹായത്ത് റഹ്മാൻ, ഇപ്പോൾ BNPയുടെ ഇപ്പോഴത്തെ നേതാവുണ്ടല്ലോ, അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോയത്, അവരുടെ പേരെന്തോ ഹാലിദയുടെ ഭർത്താവ്, അയാളുമായിരുന്നല്ലോ ഇതിനു വേണ്ടി തയ്യാറായത്. അപ്പോൾ ഇവർ മാറി മാറി അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു ഘട്ടത്തിൽ 75 പട്ടാള ഭരണം വന്നപ്പോൾ ഇയാൾ പട്ടാള മേധാവിയായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരം വന്നപ്പോൾ ആണ് ഈ 40 പേരെ അവിടെ കൊല്ലുന്നത്, ഈ ഇദ്ദേഹത്തിൻ്റെ അനുയായികളാണ് കൊല്ലുന്നത്. അപ്പം ഈ ഒരു മത്സരം അവിടെ എപ്പോഴും ഉണ്ട്. മനസ്സിലായി? രാഷ്ട്രീയത്തിനപ്പുറം പരസ്പരം കൊന്നായാലും അധികാരം പിടിക്കുന്ന രീതിയിലേക്ക് ആ രാജ്യം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇവർ മനസ്സിലാക്കണമായിരുന്നു. ഇവരെ തുടർച്ചയായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വരുമ്പോഴും പിടിച്ചടക്കുന്ന ഒരു ശൈലി ആ രാജ്യത്തിനുണ്ട്. പട്ടാള ഭരണം പലവട്ടം വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ആൾക്കാർ ഏതവസരവും കാത്തു നിൽക്കുകയായിരുന്നു ഹസീനയ്ക്ക് മനസ്സിലായി. ഹസീനയുടെ പുറകിൽ ഒരു അജ്ഞാത ശക്തി ഉണ്ടായിരുന്നു എന്ന് ഹസീനയ്ക്ക് മനസ്സിലാവാതെ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഹസീനയ്ക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട്. ഒരുപക്ഷെ ഇനി അവർ തിരിച്ചു വരുമെന്ന് പ്രത്യാശ, അവരുടെ ഓഡിയോയ്ക്കകത്തൂടെ പ്രത്യാശ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യയിലുള്ള പ്രത്യാശയാണ് അവർ കാണുന്നത്. ഇനി ഒരു തിരിച്ചുവരവുണ്ടായാൽ ഒരുപക്ഷെ ഇതൊന്നും ഇനി അവരെ മറിച്ചിടുന്നതിനോ അല്ലെങ്കിൽ ഇതുവരെ പറ്റിയ അബദ്ധങ്ങൾ ഇനി പറ്റുന്നതിനോ സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഹസീന തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾക്ക് അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.